നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് ഫലം തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ പുറത്തു വരുന്നതായിരിക്കും. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ നടക്കുക. രാവിലെ 7:30ക്കാണ് സ്ട്രോങ് റൂം തുറക്കുന്നത്. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുന്നത്. 1403 പോസ്റ്റൽ വോട്ടുകളാണ് ആകെയുള്ളത്. വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററിലൂടെ 163, വീട്ടിലെ വോട്ടിലൂടെ 1206, സർവീസ് വോട്ട് 34 എന്നിങ്ങനെയാണ് വരുന്നത്. 1,74,667 പേരാണ് ബൂത്തിലെത്തി വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 75.87% പോളിംഗ് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന 5 ബൂത്തിലെ VVPAT സ്ലിപ്പുകളും EVM വോട്ടുകളും താരതമ്യം ചെയ്ത് കൃത്യത ആദ്യം ഉറപ്പുവരുത്തും. 19 റൗണ്ടായാണ് EVM വോട്ടുകൾ എണ്ണുക. ഒരു റൗണ്ടിൽ 14 ബൂത്തുകളിലെ വോട്ടാണ് എണ്ണുന്നത്. അവസാന റൗണ്ടിൽ 11 ബൂത്തുകളാണ് ഉണ്ടാകുന്നത്. 263 പോളിംഗ് ബൂത്തുകളാണ് ആകെയുള്ളത്. M സ്വരാജാണ് LDF സ്ഥാനാർത്ഥിയായി ഉള്ളത്. ആര്യാടൻ ഷൗക്കത്താണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. മുൻ MLA PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ വഞ്ചനയെ തുടർന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി വോട്ടെടുപ്പിന്റെ ഫലം രാഷ്ട്രീയ കേരളത്തിന്റെ ഭാവി സംബന്ധിച്ച് വ്യക്തമായ ഒരു ദിശാസൂചികയാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും കാണില്ല. എന്നും മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു ജനത തന്നെയാണ് നിലമ്പൂരിലേത്. ചർച്ചകൾ വഴിതിരിക്കാൻ ആദ്യ അവസാനം ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിലും മണ്ഡലത്തിൽ സജീവമായി നിന്നത് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന രാഷ്ട്രീയം തന്നെയായിരുന്നു. നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രവും ഉപതെരഞ്ഞെടുപ്പ് ചരിത്രവും LDFന് ഒപ്പം തന്നെയാണ്, അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത്. 65-ലെ രൂപീകരണം മുതൽ 7 തവണ ഇടതുപക്ഷത്തെ നിയമസഭയിലേക്ക് അയച്ച ഒരു മണ്ഡലം തന്നെയാണ് നിലമ്പൂര്. കഴിഞ്ഞ 9 വർഷത്തെ LDF ഭരണത്തിൽ വികസന കുതിപ്പ് നേടിയ ഒരു നാട് കൂടിയാണ് നിലമ്പൂര്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ 16 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കിയിട്ടുമുണ്ട്. നിലമ്പൂർ കനോലി ബയോ പാർക്ക് ടൂറിസം ഹബ്ബ് ആദ്യഘട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 കോടി രൂപ ചെലവിലാണ് ടൂറിസം പ്രോജക്റ്റ് നടപ്പാക്കുന്നത് തന്നെ. ദേശീയ നിലവാരത്തിൽ 16 കോടി CRF ഫണ്ട് ഉപയോഗിച്ച് ചന്തക്കുന്ന് നെടുങ്കയം റോഡ് പൂർത്തീകരിച്ചിട്ടുമുണ്ട്. നിലമ്പൂർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം നവീകരിച്ചിട്ടുമുണ്ട്. ഗോത്ര മേഖലയിൽ ഉൾപ്പെടെ 800-ലധികം കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയിട്ടുമുണ്ട്. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് 227,18,00,000 രൂപയുടെ ഭരണ അനുമതിയും ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്ര വികസനങ്ങളാണ് നിലമ്പൂരിൽ LDF സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നതോടെ വമ്പൻ ഭൂരിപക്ഷത്തിൽ M സ്വരാജ് തന്നെ ജയിക്കും എന്നുള്ളതാണ് LDFന്റെ കണക്കുകൂട്ടൽ.